ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീകുമാർ, 8 ദിവസത്തിന് ശേഷം DGPയുടെ പ്രതികരണം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അതനുസരിക്കും. നിലവിൽ അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയില്ല എന്ന രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകലിൽ എത്ര വേഗമുണ്ട് എന്നാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും പ്രതികരണങ്ങൾ വരികയാണല്ലോ, ഓരോ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നു. ഒരു പരാതി വരുമ്പോൾ തന്നെ അപ്പുറത്ത് ആരോപണ വിധേയനെ പ്രതിയായി തീരുമാനിച്ചുകൊണ്ട് പോലീസ് കൈക്കരുത്ത് കാണിക്കുന്നതാണ് പല ആളുകളുടെയും കാര്യത്തിൽ കാണുന്നത്. ഇന്ന് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ കണ്ടതാണ്. ആ പ്രായമേറിയ മനുഷ്യൻ, അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ശ്വാസം മുട്ടിക്കൊണ്ടാണ് പ്രതികരിച്ചത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ക്ഷീണിതരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പോലും മർദ്ദിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ നേരത്തെ ആരോപണ വിധേയനായ CA രതീഷ് തന്നെയാണ് ഇതിലും പ്രതി. എന്താണ് ഈ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? പ്രതിപക്ഷം ഇന്ന് തെരുവിലിറങ്ങും, ഇന്ന് പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കളെ ഇന്ന് തെരുവിൽ കണ്ടു, അവരുടെ പ്രസംഗങ്ങൾ കേട്ടു. അതിലപ്പുറം വലിയൊരു പ്രക്ഷോഭത്തിന്റെ സ്വഭാവമൊന്നും അതിനുണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ. നോക്കൂ സ്മൃതി, ഇപ്പോൾ DGP നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്? നടപടിയെടുക്കും, പരിശോധിക്കും, നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ? ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ? പരാതി ആരെക്കുറിച്ചാണ്? സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഉത്തരവാദി ആരാ? DGP, ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ DGP ആയതല്ലേ? അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? ഇത് പുറത്തു വന്ന ശേഷമല്ലേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അപ്പോൾ അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ കാര്യം. ഇന്ന് സ്മൃതി നേരത്തെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഒരു ബഹുമാനപ്പെട്ട എന്നുള്ള വിശേഷണം ചേർക്കണമെന്ന്. 9 വർഷം കൊണ്ട് തങ്ങൾ ബഹുമാനിതരല്ലെന്നൊരു മന്ത്രിസഭയുടെ നായകന് തോന്നിയാൽ ഞാനിതിൽ അദ്ദേഹത്തെ കുറ്റം പറയില്ല. അപ്പോൾ അത് അടിച്ചേൽപ്പിക്കണം, നിങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കൂ, ഇനി 6 മാസമുണ്ട്, 6 മാസം കൂടിയെങ്കിലും നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് യാചിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എല്ലാവരും പരാതിക്കാരാണ് ഈ നാട്ടിലെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. ഇതിലിപ്പോൾ 2 കൂട്ടരെ മിണ്ടാത്തുള്ളൂ. ഒന്ന് CPM-ഉം ഒന്ന് BJP. 2 കക്ഷികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ BJP ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ അവരുടെ ഒരു കൗൺസിലർ, BJP കൗൺസിലർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു നേതാവിനെ തല്ലിയതിന് 10 ലക്ഷം രൂപ വാങ്ങിച്ച് ഞങ്ങളത് ഒത്തുതീർത്തുന്നു. ഇന്ന് പേപ്പറിലൊക്കെ വാർത്തയുണ്ട്, അത് കോൺഗ്രസ് അത് വേറെ പരസ്യ രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പണം വാങ്ങി ഡീൽ ഒരു പ്രശ്നം അവസാനിപ്പിച്ചു എന്നാണ് BJP പറയുന്നത്. അപ്പോൾ അവരതിനെ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. BJP-ക്കാർ തന്നെ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പത്രവാർത്തയാണ് ഞാൻ പറഞ്ഞത്. കുന്നംകുളം കൗൺസിലിലെ BJP കൗൺസിലർ പറഞ്ഞ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇത് മുന്നണിയുടെ സംവിധാനത്തിലൊരു പോലീസ് നയമില്ലേ? CPI ഇന്ന് സ്മൃതി പറഞ്ഞു, അവരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേമമാണെന്ന്. അങ്ങനെയാണെങ്കിൽ CPIക്ക് യാതൊരു നിലപാടുമില്ല. 2 ദിവസം മുമ്പ്, എനിക്കൊന്ന് സെപ്റ്റംബർ 8-ാം തീയതി ആയിരിക്കും, അവർ CPI അവർ പറഞ്ഞെന്താ അറിയോ? കേരളത്തിലെ പോലീസിന് അവരുടെ ഒരു വാക്കാണ്, അതായത് ജനനീതിയിൽ അധിഷ്ഠിതമായ ഒരു പോലീസ് നയം LDF-നുണ്ടായിരുന്നു. ജനനീതിയിൽ അധിഷ്ഠിതമായൊരു പോലീസ് നയം LDF-നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അതില്ല. ഇന്നത്തെ എന്നാൽ ഇപ്പോൾ അവമതിപ്പുണ്ടാക്കുന്നു. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൻ്റെ 8-ാം തീയതിത്തെ മുഖപ്രസംഗമാണ്. അപ്പോൾ ആ LDF നയം ഇപ്പോൾ ഇല്ല എന്നാണല്ലോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇന്ന് CPI അങ്ങനെ പ്രമേയം പാസ്സാക്കിയാൽ അത്ഭുതം തോന്നുന്നു. ഒന്നുകിൽ ആ നേതാക്കൾ ആ ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ തള്ളിക്കളഞ്ഞോ, അതോ ആ എഡിറ്റോറിയൽ അവർ വായിച്ചിട്ടില്ലേ, അതോ ഒരു ജനയുഗത്തിൽ വന്ന പാർട്ടി നയമല്ലേ? അപ്പോൾ അതുകൊണ്ട് CPIയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചാഞ്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് ചിരിക്കാനേ വകയുള്ളൂ. മാത്രമല്ല, അവരന്ന് ആ എഡിറ്റോറിയൽ പറഞ്ഞു, നീരാജ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് കേരളത്തിലെ പോലീസിൽ RSS സംഘപരിവാർ സ്വാധീനമുണ്ട് നാനിരാജ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലുണ്ട്. അതവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞു CPI പഴയ കാലത്ത് കുറച്ചു കാലം മുമ്പ് മാവോയിസ്റ്റ് സംവിധാനം, മാവോയിസ്റ്റുകളെ പോലീസ് ആക്രമിച്ചപ്പോൾ അവരുടെ നിലപാട് പറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കാലത്ത് 2 CPI നേതാക്കൾക്ക് പോലീസിൻ്റെ മർദ്ദനമേറ്റിരുന്നു. കാനം സെക്രട്ടറി ആയിരിക്കുമ്പോൾ. ഒന്ന് മൂവാറ്റുപുഴ MLA ആയിരുന്ന എൽദോ, 2 CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന P രാജു. ഈ 2 പേരും തല്ലിയപ്പോൾ കാനം രാജേന്ദ്രൻ പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ CPIയുടെ ആ പോലീസ് നയം CPIക്ക് പോലും മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിലെ പോലീസ് എന്താണെന്നുള്ള CPIക്ക് മനസ്സിലായിരിക്കുന്നു. എന്നിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഗുണമേന്മയുള്ളതാണെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്. സ്മൃതി, നമുക്കൊരു ജനങ്ങൾക്കിടയിൽ സംശയം വരില്ലേ? ഒരു രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ശക്തി ആ രാഷ്ട്രീയ നേതൃത്വത്തെ പേടിപ്പിക്കുന്നുണ്ടോ?
ഈ ഒരു ചോദ്യം ജനങ്ങൾക്കിടയിൽ വരും. 8 ദിവസമായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഒരു മറുപടിയില്ല. എന്തുകൊണ്ടാണ് ജനം ആഗ്രഹിക്കുന്നത്? ജനം ഒറ്റക്കാരെ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പോലീസുകാരുടെ കാര്യത്തിൽ ഈ എല്ലാ സ്റ്റേഷനുകളിൽ നടന്ന ക്രൂരമർദ്ദനത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷേ അതിന് ഉത്തരമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ സംശയിക്കുക? ഏതെങ്കിലും ഒരു ശക്തി ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ രാഷ്ട്രീയ നേതൃത്വത്തെ? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ DYFI നേതാവിൻ്റെ പരാതി, SFIയുടെ മുൻ നേതാവിൻ്റെ പരാതി, CPM ലോക്കൽ സെക്രട്ടറിയുടെ പരാതി, അതുപോലെ ജനങ്ങളുടെ കൂട്ടപ്പരാതി. CPM സെക്രട്ടറി, തൊഴിലാളി വർഗ പാർട്ടിയുടെ സെക്രട്ടറിക്ക്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിക്ക്, ജനസദസ്സുകൾ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് മിണ്ടാട്ടമില്ല, അഭിപ്രായമില്ല. ഒരു നേതാവും പറയുന്നില്ല. ആകപ്പാടെ പറഞ്ഞത് സജി ചെറിയാനും തോമസ് ഐസക്ക് EP ജയരാജനുമാണ്. അവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് പോലീസ് നയത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുന്നില്ല, പോലീസ് മർദ്ദനത്തെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല, അതിനെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. ഇതുപോലൊരു ഗതികേട് CPM അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഭരണം അവസാനിക്കാറായ നാളുകളിൽ CPM-ഉം ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് കോൺഗ്രസ് നടത്തിയ സമരത്തെക്കുറിച്ച് സ്മൃതി ചോദിച്ചു. ഇന്ന് സമരം തുടങ്ങിയിട്ടുള്ളൂ, സെപ്റ്റംബർ 10-ന്. ഇന്ന് സമരം തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയാണ് സമരം തുടങ്ങിയത്? ഇതുവരെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല, പുതിയ പ്രസിഡന്റ് വരാത്തതുകൊണ്ട് പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആവേശം കൂടി. ഇപ്പോൾ എല്ലായിടത്തും അവർക്ക് നേതാക്കൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ അവിടെ നേതാവ്, കൊല്ലത്ത് അവിടെ നേതാവ്, എല്ലാ ജില്ലകളിലും നേതാക്കൾ പുതിയതായിട്ട് ഉയർന്നു വരികയാണ് യൂത്ത് കോൺഗ്രസ്സിൽ. ആ സമരത്തിനൊപ്പം കോൺഗ്രസും സമരം ചെയ്യുകയാണ്. ഇനി UDF-ൻ്റെ രംഗത്ത് വരും. ഒരു കാര്യം പറയാം, അതായത് കേരളത്തിലെ LDF-ൻ്റെ നയമില്ലെന്ന് CPA പറഞ്ഞല്ലോ. അവരുടെ ഈ സംസ്ഥാന സമ്മേളനം അവർക്ക് ചങ്കൂറ്റമുണ്ട്. കേരളത്തിലെ പോലീസ് നയത്തെക്കുറിച്ച് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ നടത്തണം. ഇത് ഇടതും വേണ്ടി അത് മിണ്ടുന്നില്ല, പാർട്ടി മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ബന്ധപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളീയനായ ദേശീയ ജനറൽ സെക്രട്ടറിയും മിണ്ടുന്നില്ല. നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നു, എന്നും പരാതിക്കാർ വരുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു സംശയത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം BJP എന്താ മിണ്ടാത്തത്? CPM മിണ്ടുന്നില്ല, പോട്ടെ, അവർ ഭരണപക്ഷം. BJP എന്താ മിണ്ടാത്തത്? BJP കേരളത്തിലെ പോലീസ് മർദ്ദനം നടന്നത്, തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ടടുത്താണ് കുന്നംകുളം. അല്ല, അടിയന്തരാവസ്ഥയാണെന്നോ അതല്ലല്ലോ വിഷയം. ജനങ്ങളെ തല്ലിയതല്ലേ ഇപ്പോൾ വിഷയം. മറ്റേ രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. കുന്നംകുളത്തൊരു നിരപരാധിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലി, ഗുണ്ടകളെ തല്ലുന്ന പോലെ അല്ലല്ലോ രാഷ്ട്രീയ നേതൃത്വം. ഒരു പോലീസിൻ്റെ ഒരു പോലീസും ജനങ്ങളും തമ്മിലല്ലേ, പോലീസും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിൽ മുഖാമുഖം നിൽക്കുമ്പോഴുള്ള ലാത്തി ചാർജിനെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പീച്ചിയിൽ നടന്ന കാര്യം, കോട്ടയത്ത് നടന്ന കാര്യം, DYSPയെ കുറിച്ച്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആലത്തൂർ MP-യുടെ നാട്ടിൽപ്പെട്ടതാണ് കുന്നംകുളം. ആലത്തൂർ MP മിണ്ടുന്നില്ല. തൃശ്ശൂർ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP-യുമാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഈ വക പ്രത്യേക വിഷയങ്ങളെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കുക, CPI ഇന്നങ്ങനെ അവരുടെ രേഖയിൽ എഴുതി വെച്ചപ്പോൾ ഈ 8-ാം തീയതി മുഖപ്രസംഗം അവർ തിരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് CPIക്ക് നയമില്ല, അവർ അവസരവാദം കൊണ്ട് ജനങ്ങളെ അവരും പറ്റിക്കുകയാണ്. ഒരുപക്ഷെ അവരെ CPM-നെതിരെ പറയാത്തത് എന്തുകൊണ്ടെന്നാൽ 6 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. അപ്പോൾ CPM ഒരു പക്ഷേ പറഞ്ഞേക്കും, ഞങ്ങളെ വിമർശിച്ചതല്ലേ, 10 സീറ്റിൽ മത്സരിച്ചാൽ മതി എന്നൊരു ഭയമുണ്ടോ അവർക്ക് എന്ന് നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. Debate with Smriti Parithikar.